Good morning, students. Welcome to today's video. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബേസിക്സ് ആയിട്ട് നമ്മൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ടേംസും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള റിലേഷനുള്ള മെയിൻ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഇക്വേഷൻസും ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷന്റെ പ്രിൻസിപ്പിൾ ആണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെ. പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അതായത് ഇൻസിഡന്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിന്റെ മുകളിലാവുമ്പോഴാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് അല്ലെ. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ആക്സെപ്റ്റൻസ് ആംഗിൾ. വാട്ട് ഈസ് ആക്സെപ്റ്റൻസ് ആംഗിൾ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആക്സെപ്റ്റൻസ് ആംഗിൾ എന്താ? മാക്സിമം ആംഗിൾ അറ്റ് വിച്ച് ദ ലൈറ്റ് ക്യാൻ സഫർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇസ് കാൾഡ് ആക്സെപ്റ്റൻസ് ആംഗിൾ. ആക്സെപ്റ്റൻസ് ആംഗിൾ വരുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാവുന്ന മാക്സിമം ആംഗിൾ, ആ ഒരു ആംഗിൾ ഫോം ചെയ്യുന്ന ഒരു കോൺ ഉണ്ട്, അതിനാണ് ആക്സെപ്റ്റൻസ് കോൺ. ദിസ് ഇസ് വാട്ട് ഈസ് കാൾഡ് ആക്സെപ്റ്റൻസ് ആംഗിൾ. അതായത് ഈ ആംഗിളിലൂടെ വരുമ്പോൾ ഉള്ള എല്ലാ റേസും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ഓക്കെ, ദിസ് ഇസ് കാൾഡ് ആക്സെപ്റ്റൻസ് ആംഗിൾ. ഇത് ഈ ആക്സെപ്റ്റൻസ് ആംഗിളിന്റെ മുകളിലാണ് നമ്മൾ ഇൻസിഡന്റ് റേ എങ്കിൽ ദിസ് ഇസ് എയർ ആൻഡ് ദിസ് ഇസ് കോർ N1, ദിസ് ഇസ് ക്ലാഡിംഗ്. ഓക്കെ, ദിസ് ഇസ് ഡുവൽ ക്ലാഡിംഗ്. ഇവിടെ നമ്മൾ ഒപ്റ്റിക് ഫൈബർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിനെ ഷീറ്റ് ആയിട്ട്, അതായത് ഒരു റൗണ്ടിലാണ് ഫൈബർ ഉണ്ടാവുക, സെന്ററിൽ കോറ്, അതിനെ സറൗണ്ട് ചെയ്ത് ക്ലാഡിങ്, അതിനെ സറൗണ്ട് ചെയ്ത് ജാക്കറ്റ് ഓർ ഷീൽഡ്. പക്ഷെ കോറ് ക്ലാഡിങ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ കോറ് ക്ലാഡിങ്ങിൽ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷീറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുന്ന ഫോമാണ് ഇത്. ഓക്കെ, ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷനാണ് കോർ പോർഷൻ. ഈ അപ്പർ ഡൗൺ ആയിട്ടുള്ളതാണ് ക്ലാഡിംഗ് പോർഷൻ. അപ്പൊ ഈ കോറിലൂടെ നമ്മുടെ റേ പാസ് ചെയ്യണമെങ്കിൽ ബൈ യൂസിങ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പാസ് ചെയ്യണമെങ്കിൽ ദ റേസ് വിൽ ബി വിത്തിൻ ദ ആക്സെപ്റ്റൻസ് ആംഗിൾ. ഓക്കെ, ദിസ് ഇസ് ദ ഹാഫ് കോൺ ആംഗിൾ ആണ് ആക്സെപ്റ്റൻസ് ആംഗിൾ. ഈ കോണിന്റെ ഹാഫ് ആംഗിൾ ആണ് ആക്സെപ്റ്റൻസ് ആംഗിൾ. അബവ് ദിസ് ആംഗിൾ ഇറ്റ് വിൽ നോട്ട് പ്രൊപ്പഗേറ്റ് ത്രൂ ദിസ് ഫൈബർ. ദ റേസ് വിൽ നോട്ട് പ്രൊപ്പഗേറ്റ് ത്രൂ ദി ഫൈബർ ആൻഡ് ഇറ്റ് വിൽ റേഡിയേറ്റ് ത്രൂ ദ ക്ലാഡിംഗ്. ക്ലാഡിങ്ങിലോട്ട് റേഡിയേറ്റ് ചെയ്ത് പോകും. ഇതാണ് വാട്ട് ഇസ് ആക്സെപ്റ്റൻസ് ആംഗിൾ. ഓക്കെ ഓക്കെ ആക്സെപ്റ്റൻസ് ആംഗിൾ പറയുമ്പോൾ തന്നെ അതിന്റെ കൂടെ വരുന്ന വേറൊരു സംഭവമാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ഓക്കെ, ആക്സെപ്റ്റൻസ് ആംഗിൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒന്ന് സ്പീഡിൽ പറഞ്ഞത്. ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ വരുന്നതാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുമ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ നമ്മുടെ ഒരു വാല്യൂന്റെ രീതിയിൽ പറയുമ്പോൾ ഓരോ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയും. അത് അതിന്റെ ഒരു പാരാമീറ്റർ ആണ്. ഓക്കെ, ന്യൂമറിക്കൽ അപ്പർച്ചർ ദാറ്റ് ഇസ് ലൈറ്റ് ഗാദറിംഗ് കപ്പാസിറ്റി ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ ഇസ് കാൾഡ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ഓക്കെ, how much the light is gathered by an optical fiber or how much an optical fiber include the light. Okay, light rays എത്ര മാക്സിമം ഒക്കുപ്പൈ ചെയ്യാവുന്ന ലൈറ്റ് റേസിനെയാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയാം. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൈൻ ഓഫ് ദ ആക്സെപ്റ്റൻസ് ആംഗിൾ. ആക്സെപ്റ്റൻസ് ആംഗിളിന്റെ സൈൻ ഓഫ് ആക്സെപ്റ്റൻസ് ആംഗിൾ ആണ് എന്ത്? ന്യൂമറിക്കൽ അപ്പർച്ചർ. ന്യൂമറിക്കൽ അപ്പർച്ചർ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എ. സൈൻ തീറ്റ ന്യൂമറിക്കൽ അപ്പർച്ചർ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഒരു പാരാമീറ്റർ ആണ്. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുമ്പോൾ ദ ലൈറ്റ് ഗ്യാതറിംഗ് കപ്പാസിറ്റി ഓഫ് എ ഫൈബർ ആണ്. ഓക്കെ, അപ്പൊ ഈ ലൈറ്റ് ഗ്യാതറിംഗ് കപ്പാസിറ്റി പറയുന്നത് ആക്സെപ്റ്റൻസ് ആംഗിളിന്റെ ടേമിലാണ്. സോ ന്യൂമറിക്കൽ അപ്പർച്ചർ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. ഓക്കെ, ന്യൂമറിക്കൽ അപ്പർച്ചറിന് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് ന്യൂമറിക്കൽ അപ്പർച്ചർ ഇസ് ഈക്വൽ ടു √ N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ. ഇത് എങ്ങനെയാ വന്നതെന്ന് നമുക്ക് ലേറ്റർ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ന്യൂമറിക്കൽ അപ്പർച്ചറിന്റെ രണ്ട് ഇക്വേഷൻ ആണ് സൈൻ തീറ്റയെ. ദെൻ നെക്സ്റ്റ് √ N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ. ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, അത് പറയാം. ഓക്കെ, ഇത് പറയണമെങ്കിൽ വേറൊരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ വേറെ ഒരു പാരാമീറ്റർ ആണ് നമ്മൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്, ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച്. ഓക്കെ, അത് ആ നെയിം പറയുന്ന പോലെ തന്നെയാണ് അതിന്റെ ഇക്വേഷൻ. ദ ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ഇസ് ദ ഫ്രാക്ഷണൽ ഡിഫറൻസ് ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ആൻഡ് ക്ലാഡിംഗ്. കോറും ക്ലാഡിങ്ങിന്റെ ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ചിനാണ് ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ വോൾ ചാപ്റ്ററിൽ വോൾ മൊഡ്യൂളിൽ നമ്മൾ N1 എന്ന് പറഞ്ഞാൽ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയാണ് നമ്മൾ എന്ത് പറയാ, N1 N2 അല്ലെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഓരോ കോറിന്റെ ഓരോ മെറ്റീരിയലിന്റെ എന്താ ഡെൻസർ ആണോ റയർ ആണോ അതിന്റെ ഒരു പാരാമീറ്റർ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്ന് പറഞ്ഞാൽ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. N2 എന്ന് പറഞ്ഞാൽ ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. മാത്രമല്ല നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ N1 is greater than N2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഈസ് ഹയർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ്. ഓക്കെ, ഇതാണ്
നമ്മുടെ ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് എന്ന് പറഞ്ഞതിന്റെ ഇക്വേഷൻ ഡെൽറ്റ എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഡെൽറ്റന്റെ ടേമിൽ നമുക്ക് ന്യൂമറിക്കൽ അപ്പർച്ചറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഡെൽറ്റ എന്ന ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ആണ്. എന്ന് വെച്ചാൽ ഡെൽറ്റ ഇസ് ഈക്വൽ ടു n1 മൈനസ് n2 ബൈ n1. ഡെൽറ്റന്റെ ഡെഫിനിഷൻ ആണ് n1 മൈനസ് n2 ബൈ n1, ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ പറയാം റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് core and cladding to ratio of change of refractive index of core and cladding to the refractive index of core. അല്ലേ, അതായത് ഇതിന്റെ റേഷ്യോ ആണ് എന്ത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോറിന്റെയും ക്ലാഡിന്റെയും ഡിഫറൻസ്, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ആൻഡ് ക്ലാഡിംഗ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ. അതായത് n1 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ആണ്, n2 എന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ആണ്. ഈ കോറിന്റെയും ക്ലാഡിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ചേഞ്ച് അല്ലെങ്കിൽ ഡിഫറൻസ് divided by refractive index of core. ഇതാണ് എന്ത്, ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച്. ഈ ഒരു ടേം എപ്പോഴും പോസിറ്റീവ് ആവും അല്ലെ, അതെന്താ, കാരണം n1 ആൾവേസ് വിൽ ബി ഗ്രേറ്റർ ദാൻ n2. അതുകൊണ്ട് തന്നെ ഈ ടേം ആൾവേസ് ബി പോസിറ്റീവ്. ആൻഡ് ആൾസോ n1 മൈനസ് n2 എന്നുള്ള ടേം ഒരു ചെറിയ ടേം ആയിരിക്കും, ബൈ n1 കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും അത് ലെസ് ദാൻ 1 ആയിരിക്കും അല്ലെ. ഫോർ എഫക്റ്റീവ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് വേവ് നന്നായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഡെൽറ്റന്റെ വാല്യൂ വെരി ലെസ് ദാൻ 1. യൂഷ്വലി അത് വരാറ് 0.01 ആണ്. അത് നമ്മൾ ഈ ഒരു ഇത് നോക്കിയാൽ തന്നെ കിട്ടും അല്ലെ. n1 മൈനസ് n2 എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്മോൾ വാല്യൂ ആവും, അതിനെ n1 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും സ്മോൾ വാല്യൂ ആവും. അപ്പൊ ഡെൽറ്റന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി എപ്പോഴും വരുന്നത് 0.01 ആയിരിക്കും. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് പോർഷനിലോട്ട് പോകുന്നത്, അതായത് റിലേഷൻ ബിറ്റ്വീൻ NA ദാറ്റ് ഇസ് ന്യൂമറിക്കൽ അപ്പർച്ചർ, n1 ദാറ്റ് ഇസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ, n2 that is refractive index of cladding, and delta that is fractional refractive index change. ഇവര് 4 പേരുള്ള ഒരു റിലേഷൻ. ഇതാണ് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ ന്യൂമറിക്കൽ അപ്പർച്ചറിന്റെ സൈൻ തീറ്റ എ NA ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഓരോ സ്ക്വയറിൽ നിന്ന് മൈനസ് ചെയ്യാം. ദെൻ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമുണ്ട്, n1 അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്നിന്റെ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടിയാൽ നമുക്ക് n1 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഡെൽറ്റ എന്നുള്ള ഇക്വേഷൻ കാണാം. അപ്പൊ ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. n1 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. n1 ഇസ് ഈക്വൽ ടു n1 ഇൻറ്റു റൂട്ട് 2 ഡെൽറ്റ. ഇത് രണ്ടുമാണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇതാണ് റിലേഷൻ, ഇവർ തമ്മിലുള്ള റിലേഷൻ. ഈ റിലേഷൻ ആണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ റിലേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിന് നമ്മൾ റിലേഷൻ പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു, അതായത് നമ്മുടെ കോർ ക്ലാഡിംഗ് ഇന്റർഫേസിൽ എന്താ നടക്കുന്നത് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് നമുക്ക് എന്തായാലും വേണം. ഓക്കെ, അപ്പോ നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്, നമുക്ക് ഇവിടെ 3 മീഡിയം ഉണ്ട് അല്ലെ. ഫസ്റ്റ് മീഡിയം ഈസ് അവർ എയർ അല്ലെ, അതായത് പുറത്തുള്ളത്. നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആ റേന്റെ സ്ഥിതി എവിടെ ആയിരിക്കും, എയറിലായിരിക്കും. ദെൻ നെക്സ്റ്റ് ദിസ് ഇസ് കോർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അറ്റം മുതൽ ഇതുവരെയാണ് കോറ്. ഓക്കെ, ഇത്രയാണ് കോറ്. ഇവിടെ ക്ലാഡിംഗ്, അപ്പുറത്ത് ക്ലാഡിംഗ്. കാരണം എന്താ, ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ ഒപ്റ്റിക്കൽ ഫൈബറിനെ നമ്മൾ എന്തായിരിക്കാണ്, നമ്മൾ അതിനെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ സെൻട്രൽ പോർഷൻ കോറ്, എൻഡ് പോർഷൻസ് 2 ക്ലാഡിംഗ് ഉണ്ടാവും. അപ്പൊ ഈ കോറിന്റെ ആക്സിസ് ആണിത്. ഓക്കെ, കോറിന്റെ സെന്ററിൽ ഞാൻ ഒരു ആക്സിസ് വരച്ചിട്ടുണ്ട് ആംഗിൾ അടയാളപ്പെടുത്താനും വേണ്ടി. കാരണം ഈ കോർ സെന്ററിലൂടെയാണ് നമ്മൾ ഇൻസിഡന്റ് ലൈറ്റ് ഒക്കെ വരുന്നത്. അപ്പൊ ആക്സിസ് ആണിത്. ഓക്കെ, അപ്പോ n1 എന്ന് പറഞ്ഞ കോറ്, ഇവിടെയും n1 ആണ്, കോറാണ്. ഓക്കെ, ഇത് n2 ക്ലാഡിംഗ്, ഇവിടെ ക്ലാഡിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദിസ് ഇസ് ദ ആക്സിസ്. ദെൻ ഇവിടെ എയർ. അങ്ങനെ 3 മീഡിയം. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n0, കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1, ക്ലാഡിംഗിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓവറായി. പിന്നെ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ലൈറ്റ് ട്രേ. ഓക്കെ, കൺസിഡർ എ ലൈറ്റ് ട്രേ AB. ഓക്കെ, AB എന്നുള്ളത് എന്ത് ചെയ്യാണ്, AB ഇൻസിഡന്റ് അറ്റ് B. ഈ AB എന്നുള്ള ലൈറ്റ് ട്രേ ഈ എയർ കോർ, ഇതാണ് എയർ, ഇത് കോർ, എയർ കോർ ഇന്റർഫേസിൽ ഇൻസിഡന്റ് ചെയ്തു. എന്നിട്ട് ഇത് എന്ത് ചെയ്തു, റിഫ്രാക്ഷൻ സംഭവിച്ചു. ആ റിഫ്രാക്ട് ചെയ്ത ഈ ഒരു ആംഗിൾ ആണ് റിഫ്രാക്റ്റഡ് റേ. ഇൻസിഡന്റ് ചെയ്ത, അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇൻസിഡന്റ് ചെയ്ത ഈ ഒരു ആംഗിൾ ആണ് എന്ത്,
ഇൻസിഡന്റ് റേ ഹിയർ ഇൻസിഡന്റ് റേ ഇസ് ഈക്വൽ ടു തീറ്റ എ ആക്സെപ്റ്റൻസ് ആംഗിൾ ആണ്. കാരണം ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. സോ ആക്സെപ്റ്റൻസ് ആംഗിൾ. എന്നിട്ട് ഇൻസിഡന്റ് റേ കോർ ക്ലാഡിംഗ്, അതായത് ഈ ബി സി എന്നുള്ള ഈ റേ കോർ ക്ലാഡിംഗ് ഇന്റർഫേസിൽ സ്ട്രൈക്ക് ചെയ്തു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഓക്കെ, ഇറ്റ് ഈസ് എൻ ആംഗിൾ സ്ട്രൈക്ക് ചെയ്തിട്ട് ഇത് തീറ്റ സി ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ഓക്കെ, ഈ തീറ്റ സിയിലാണ് ആംഗിൾ വരുന്നതെങ്കിൽ ഇതെന്ത് ചെയ്യും? ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ കോർ ക്ലാഡിങ്ങിലൂടെ ഫ്ലോട്ട് ചെയ്ത് പോകും. ഇത് ആൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിളിലാണ് ഇത് വരുന്നത്. സോ ഇറ്റ് വിൽ റിഫ്ലക്റ്റഡ് ടു ദ കോർ ക്ലാഡിംഗ് ഇന്റർഫേസ്. ഇതിവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചു, ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ഇവിടെ റിഫ്ലക്ട് ചെയ്തു, ഇവിടെ റേ വന്നു, സിയില് സ്ട്രൈക്ക് ചെയ്തു, അതായത് കോർ ക്ലാഡിംഗ് ഇന്റർഫേസിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് ലൈറ്റ് റേ ക്രിട്ടിക്കൽ ആംഗിളിലേറെ മുകളിലാണ് അല്ലെ. ഇത്രയേ ഉള്ളൂ ക്രിട്ടിക്കൽ ആംഗിൾ, ഇതിലേറെ കൂടുതലല്ല. ഇത്ര ഈ ആംഗിൾ ഫുൾ നോക്കുകയാണെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിളിലേറെ കൂടുതലാണ്. ഇത്ര ഇതിന്റെ പകുതി, അതായത് നോർമൽ വരച്ചിട്ട് ഇത്രയാണ് ക്രിട്ടിക്കൽ ആംഗിൾ, ബാക്കി എക്സ്ട്രാ ആംഗിൾ ആണ്. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിളിലേറെ കൂടിയത് കൊണ്ട്, ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ഇത് ഫ്ലോട്ട് ചെയ്ത് പോകും, ക്രിട്ടിക്കൽ ആംഗിളിലേറെ കൂടിയത് കൊണ്ട്, ഓക്കെ, കൂടിയത് കൊണ്ട് ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു. ആൻഡ് ഇറ്റ് വിൽ സ്ട്രൈക്ക് ഹിയർ, ദാറ്റ് ഇസ് കോർ ക്ലാഡിംഗ് ഇന്റർഫേസിൽ വീണ്ടും സ്ട്രൈക്ക് ചെയ്തു. വീണ്ടും ഇതാണ് ക്രിട്ടിക്കൽ ആംഗിൾ, ക്രിട്ടിക്കൽ ആംഗിളിലേറെ കൂടി അല്ലെ. ആംഗിൾ ക്രിട്ടിക്കൽ ഈ ആംഗിളും കൺസിഡർ ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിലേറെ കൂടിയതുകൊണ്ട് വീണ്ടും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഒരു റേ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഉള്ളിലൂടെ പോകുന്നത്. ഇവിടെ നമുക്കറിയാം കോറിനകത്തിലൂടെയാണ് പോകുന്നത്, പക്ഷെ ഇത് ബെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് കോർ ക്ലാഡിംഗ് ഇന്റർഫേസിലാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് കോർ ക്ലാഡിംഗ് ഇന്റർഫേസിൽ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിളിലാണ് ഇത് പോകുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ നോർമൽ വരച്ചിട്ട് ദിസ് ഇസ് കാൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. എന്നിട്ട് ഇത് ക്രിട്ടിക്കൽ ആംഗിളിലാണ് ഇത് വരുന്നതെങ്കിൽ ഈ ലൈറ്റ് റേ എന്തായി മാറും? കോർ ക്ലാഡിംഗ് ഇന്റർഫേസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ഇത് ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലായതുകൊണ്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു. വീണ്ടും ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നിട്ടാണ് ഈ റേ എന്താവുന്നത്? ഈ കോറിലൂടെ മൂവ് ചെയ്ത് പുറത്തു പോകുന്നത്. ഓക്കെ, ഈസ് ഓൾ അബൌട്ട് ഈ ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ പ്രോസസ് മനസ്സിലായില്ലേ? തീറ്റ എ ഇൻസിഡന്റ് ആംഗിൾ വരുന്നു, എയർന്ന് കോറിലോട്ട് കടക്കുന്നു. ഓക്കെ, അപ്പൊ എയർന്ന് കോറിലോട്ട് പോകുന്ന ആംഗിൾ ആണ് തീറ്റ എ. എന്നിട്ട് ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചു അല്ലെ. എയർന്ന് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലോട്ട് പോയില്ലേ, റിഫ്രാക്ട് ചെയ്തില്ലേ. അപ്പൊ റിഫ്രാക്ഷൻ സംഭവിച്ചപ്പോ, അതായത് എയർന്ന് കോറിലോട്ട് പോയി, അപ്പൊ റിഫ്രാക്ഷൻ സംഭവിച്ചു. സോ ദിസ് ആംഗിൾ ഇസ് തീറ്റ ആർ. എന്നിട്ട് ഇവിടുന്ന് ഈ ആംഗിൾ തീറ്റ സി ആണ്. അപ്പൊ ഈ ആംഗിളിന് നമ്മൾ തീറ്റ സിയിലേറെ കൂടുതലായതുകൊണ്ട് റിഫ്ലക്ട് ചെയ്തു. ഓക്കെ, റിഫ്ലക്ഷൻ സംഭവിച്ചു. അങ്ങനെ ദിസ് ഇസ് കാൾഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ തീറ്റ ആർ തീറ്റ സി, ഈ തീറ്റ സി ഇങ്ങനെയാണെങ്കിൽ ഇവിടെ തീറ്റ സി ആവും റിഫ്ലക്ഷൻ നടക്കുന്ന ഈ ഒരു സംഭവം തീറ്റ സി. ഓക്കെ, അപ്പൊ ഇതിലുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ്, the angle at C is taken as the limiting theta angle, the critical angle. Okay, C ലുള്ള ആംഗിൾ നമ്മൾ theta angle അല്ലെങ്കിൽ critical angle എടുക്കുന്നത്. N0 ആണ് refractive index of air, N1 refractive index of core, N2 refractive index of cladding. ഇനി സ്നെൽസ് ലോ എന്ന ലോ ഉണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ഒപ്റ്റിക്സിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ് സ്നെൽസ് ലോ. സ്നെൽസ് ലോ എന്താ പറയുന്നത് വെച്ചാൽ N1 sin θ1 is equal to N2 sin θ2. ഇങ്ങനെ ഒരു സ്നെൽസ് ലോ ഇങ്ങനെ ലോ ഉണ്ട്. N1 sin θ1 is equal to N2 sin θ2. അതിന്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു N1 എന്നുള്ള ഒരു മീഡിയം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം N1, N2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അതർ മീഡിയം. അങ്ങനെയാണെങ്കിൽ അതായത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ θ1 എന്ന് പറയുമ്പോൾ ഇൻസിഡന്റ് ലൈറ്റ്, θ2 പറയുമ്പോൾ റിഫ്രാക്ഷൻ ലൈറ്റ്. ഓക്കെ, റിഫ്രാക്ട് ചെയ്ത ലൈറ്റും ഇൻസിഡന്റ് ലൈറ്റും. അപ്പോൾ ഒരു ലൈറ്റ് ഇങ്ങനെ വന്നു, ഇൻസിഡന്റ് ചെയ്തു ഒരു മീഡിയം. ഓക്കെ, ദാറ്റ് ഈസ് N1. എന്നിട്ട് വേറൊരു മീഡിയത്തിലോട്ട് റിഫ്രാക്ഷൻ സംഭവിച്ചു. റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലോട്ട് പോകുന്നതാണ്. ഓക്കെ, വേറെ മീഡിയത്തിലോട്ട് റിഫ്രാക്ഷൻ സംഭവിച്ചു, ദാറ്റ് ഈസ് മീഡിയം 2. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. N1 എന്ന് പറയുമ്പോൾ ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, N2 എന്ന് പറയുമ്പോൾ അടുത്ത മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, θ1 എന്ന് പറയുമ്പോൾ ആ മീഡിയത്തിലോട് വരുന്ന ഇൻസിഡന്റ് ആംഗിൾ, θ2 പറയുമ്പോൾ അതിന് പോകുന്ന റിഫ്രാക്റ്റഡ് ആംഗിൾ. ഓക്കെ, വരുന്ന ആംഗിൾ, പോകുന്ന ആംഗിൾ, വരുന്ന മീഡിയം, പോകുന്ന മീഡിയം, ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് N1 sin θ1 is equal to N2 sin θ2. ഈ ഒരു റിലേഷൻ വെച്ചിട്ട് ഓക്കെ നമ്മൾ അറ്റ് പോയിന്റ് ബിയില് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യണം. അപ്പൊ ജസ്റ്റ് നോക്ക്, പോയിന്റ് ബി കൺസിഡർ ചെയ്യുമ്പോൾ പോയിന്റ് ബിയില് നമുക്ക് ഇവർ പറഞ്ഞ പോലെ രണ്ട് മീഡിയ ഉള്ളത്, ഒന്ന് എയറും നെക്സ്റ്റ് കോറും അല്ലെ. ഇവിടുന്ന് ലൈറ്റ് വരുന്ന എയറിന്നും കോറിലോട്ടാണ്. അപ്പൊ നോക്ക്, എയർ പറഞ്ഞാല് മീഡിയം 1 അല്ലെ, എയറിൽ അതായത് N0, മീഡിയം N1 sin θ1 എന്ന് പറയുമ്പോൾ θ1 ഇൻസിഡന്റ് ആംഗിൾ. അപ്പോൾ N0
ഇവിടെ വരുന്ന സൈനിന്റെ ആംഗിൾ എന്തായിരിക്കും? ഈ എയറിലുള്ള ആംഗിൾ എന്താ? ഇൻസിഡന്റ് ആംഗിളിന് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? തീറ്റ എ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ n0 സൈൻ തീറ്റ എ ഇസ് ഈക്വൽ ടു n2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മീഡിയം. സെക്കൻഡ് മീഡിയം എന്ന് പറഞ്ഞാൽ ഇവിടെ കോർ ആണ്. ഓക്കെ, കോറിൽ വരുന്ന സെക്കൻഡ് മീഡിയത്തിൽ വരുന്ന ആംഗിൾ ആണ് തീറ്റ ആർ. സെക്കൻഡ് മീഡിയത്തിൽ വരുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1. Therefore n0 സൈൻ തീറ്റ എ ഇസ് ഈക്വൽ ടു n1 സൈൻ തീറ്റ ആർ. ഓക്കെ, അപ്പൊ ബിയിലുള്ളത് നമ്മൾ കണ്ടുപിടിച്ച n0 സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു n1 സൈൻ തീറ്റ ആർ. ഓക്കെ, also refractive n0 എന്ന് പറഞ്ഞാൽ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം എയറിന് നമ്മൾ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ റെഫറൻസ് ആക്കി എടുത്തിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1 ആണ്. സോ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു n1 സൈൻ തീറ്റ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, നമുക്കറിയാം സൈൻ തീറ്റ പറഞ്ഞാൽ എന്താ? ന്യൂമറിക്കൽ അപ്പേർച്ചറിന്റെ ഡെഫിനിഷൻ ആണ് എന്ത്? സൈൻ ഓഫ് ആക്സെപ്റ്റൻസ് ആംഗിൾ. ഓക്കെ, അപ്പൊ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ അപ്പേർച്ചർ അതിട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ ന്യൂമറിക്കൽ അപ്പേർച്ചർ ഇസ് ഈക്വൽ ടു n1 സൈൻ തീറ്റ. ഓക്കെ, അത്രയും കൊടുത്തു. ഇനി നെക്സ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ നിൽക്കുക ന്യൂമറിക്കൽ അപ്പേർച്ചർ ഇസ് ഈക്വൽ ടു n1 സൈൻ തീറ്റ. ഓക്കെ, നെക്സ്റ്റ് കൺസിഡർ ട്രയാങ്കിൾ BCN. ഈ BCN എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, BCN നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. സൈൻ തീറ്റ ആർ, കോസ് തീറ്റ ആർ, അതുപോലെ തന്നെ സൈൻ തീറ്റ സി, കോസ് തീറ്റ സി, അങ്ങനെയൊക്കെ. കോസ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. പഠിച്ചില്ലേ? സൈൻ തീറ്റ പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് എന്ന് പറയുമ്പോൾ കോസ് തീറ്റ പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അങ്ങനെ ഒരു ഇക്വേഷൻ പണ്ട് ട്രിഗ്നോമെട്രി പഠിച്ചതാണ്. സോ ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ BN ബൈ BC ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ആർ. ഓക്കെ, കോസ് തീറ്റ ആർ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ ആർ, കോസ് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ കോസ് തീറ്റ ഈ ഓപ്പോസിറ്റ് സൈഡ് പറയുമ്പോൾ ഈ ഒരു ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. കോസ് തീറ്റ ആർ എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് BN ബൈ ഹൈപ്പോട്ടനസ്, BN ബൈ BC ആണ്. ഓക്കെ, ഇനി നമ്മൾ വേറെ രീതിയിൽ BN ബൈ BC കിട്ടും. ഇത് എങ്ങനെ? സൈൻ തീറ്റ സി, ഇത് കോസ് തീറ്റ ആർ ആണ് BN ബൈ BC. ഓക്കെ, സൈൻ തീറ്റ സി കിട്ടിയാലോ ഓപ്പോസിറ്റ് പറയുമ്പോൾ BN വരിക, BN ബൈ BC. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സെയിം ട്രയാങ്കിളിൽ BN ബൈ BC എന്ന കോസ് തീറ്റ ആർ ആണ്. അതുപോലെ തന്നെ BN ബൈ BC തന്നെ കിട്ടും. എന്തിന്? സൈൻ തീറ്റ സി. സൈനിന്റെ നോക്കുമ്പോൾ സൈൻ തീറ്റ സി എന്ന BN ബൈ BC ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് BN ബൈ BC ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. കോസ് തീറ്റ ആർ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ സി. ഓക്കെ, ഫോർത്ത് ഇക്വേഷൻ കോസ് തീറ്റ ആർ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ സി. ഇതുവരെ ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് ട്രിഗ്നോമെട്രിയിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ആ സെയിം സംഭവം ഇവിടെ കോസ് തീറ്റ ആറിന്റെ കേസിലിടാം. കോസ് സ്ക്വയർ തീറ്റ ആർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ആർ, രണ്ടും തീറ്റ ആർ ആണ്. കോസ് സ്ക്വയർ തീറ്റ ആർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ആർ ഈക്വൽ ടു 1. എന്നിട്ട് ഇതിന് സൈൻ സ്ക്വയർ തീറ്റ ആറിന് ഒരു ഇക്വേഷൻ കാണാം. ഓക്കെ, therefore സൈൻ സ്ക്വയർ തീറ്റ ആർ ആണ് എന്താ? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആർ. കോസ് തീറ്റ ആർ എന്ന് പറഞ്ഞാല് സൈൻ തീറ്റ സി ആണ് അല്ലെ. കോസ് തീറ്റ ആർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സൈൻ തീറ്റ സി ആയതുകൊണ്ട് ഈ കോസ് തീറ്റ ആറിന് പകരം നമ്മൾ എന്ത് ചെയ്തു? 1 മൈനസ് കോസ് തീറ്റ ആറിന് പകരം സൈൻ തീറ്റ സി കൊടുത്തു. സ്ക്വയർ ഉണ്ടായതുകൊണ്ട് 1 മൈനസ് സൈൻ തീറ്റ സി. അപ്പൊ രണ്ടും സൈനിന്റെ ടേമിലാക്കി. ഓക്കെ, വൺസ് മോർ ഞാൻ പറയാം. കോസ് തീറ്റ ആർ ഇസ്ക്വൽ ടു സൈൻ തീറ്റ സി നമ്മൾ ഈ ഒരു റിലേഷൻ കിട്ടി. നമുക്ക് കോസ് സ്ക്വയർ തീറ്റ ആർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ആർ ഈക്വൽ ടു 1 അറിയാം. ഓക്കെ, ഇത് രണ്ടും സൈനിന്റെ കേസിലാവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? സൈൻ തീറ്റ ആർ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആർ എന്ന് എഴുതി. ഓക്കെ, ഇതിന്ന് ഇത് ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് കോസ് ഈക്വൽ ടു കോസ് തീറ്റ ആർ ഈക്വൽ ടു സൈൻ തീറ്റ സി നമുക്ക് അറിയാം. അപ്പോ ഇവിടെ കോസ് തീറ്റക്ക് പകരം ഇവിടെ സൈൻ തീറ്റ കൊടുത്തു. അപ്പൊ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആറിന് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സി കിട്ടി. ഇപ്പൊ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്താ വെച്ചാൽ സൈൻ സ്ക്വയർ തീറ്റ ആർ ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സി. ഓക്കെ, തീറ്റ ആറിന്റെ തീറ്റ സിന്റെ ടേമിലാണ്. പക്ഷെ സൈനും രണ്ട് സൈനാണ്. സൈൻ സ്ക്വയർ തീറ്റ ആർ ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സി. ഓക്കെ, ഇനി നമ്മള് ക്രിട്ടിക്കൽ ആംഗിൾ കൺസിഡർ ദ റിഫ്രാക്ഷൻ ഫ്രം കോർ ടു ക്ലാഡിംഗ്. കോർ ടു ക്ലാഡിംഗിലുള്ള റിഫ്രാക്ഷന് കൺസിഡർ ചെയ്യാം. എന്തെങ്ങനെയാണ്? ഓക്കെ, ഇനി നമുക്ക് കോർ ക്ലാഡിങ്ങിലുള്ള എന്ത്? ഇനി കോറും ക്ലാഡിങ്ങിലുള്ള സ്നെൽസ് ലോ അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കോർ ക്ലാഡിങ്ങിലാവുമ്പോൾ ഇതാണ് ആ ഒരു സംഭവം. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് കോറിലും ക്ലാഡിങ്ങിലും ഈ ഒരു പോയിന്റിൽ, അതായത് സി എന്നുള്ള പോയിന്റിൽ, അവിടെ ഫിഗറിൽ നമുക്ക് സി എന്നുള്ള പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം?
ഈ കോറും ക്ലാഡിങ്ങിലും നമ്മൾ സ്ലെൻസിലോ കൊടുത്താൽ കോർന്ന് ക്ലാഡിങ്ങിലോട്ട് പോകുന്നുണ്ടോ? അവിടെ ഇല്ല. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നുകൊണ്ട് പോകുന്നില്ല. ഇനി സപ്പോസ് ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് ഇൻപുട്ട് എങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ക്രിട്ടിക്കൽ ആംഗിളിലാണ് കോർ ക്ലാഡിങ്ങിൽ സ്ട്രൈക്ക് ചെയ്തേക്കണമെങ്കിൽ ഇതെന്ത് ചെയ്യും? ഈ റിഫ്ലക്റ്റഡ് റേ എന്ത് ചെയ്യും? റിഫ്ലക്റ്റഡ് റേ ഈ കോറിന്റെ ക്ലാഡിങ്ങിലൂടെ ഇങ്ങനെ പാരലൽ ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ കോറും ക്ലാഡിങ്ങിലും നമ്മൾ സ്നെൻസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? കോറിലുള്ള medium into കോറിലുള്ള angle, that is n1 sin theta c. Okay, look, n1 sin theta c കോറിലുള്ളത്, ഈ ക്ലാഡിങ്ങിലുള്ളത് n2 sin 90. ഓക്കെ, ഇതിങ്ങനെ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ പാരലൽ ആയിട്ട് പോവാണ് അല്ലെ, ഈ ആക്സിസിന് കോർ ക്ലാഡിങ് ഇന്റർഫേസിൽ പാരലൽ ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്താവും? n2 sin 90 ആവും. ഓക്കെ, ഇവിടെ സ്നെൽസിലോ അതായത് കോർ ക്ലാഡിങ്ങിൽ സ്നെൽസിലോ അപ്ലൈ ചെയ്യാണ് ക്രിട്ടിക്കൽ ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പൊ ഇൻപുട്ട് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് റേ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ എന്താ വരിക? n1 sin theta c. അതാണ് ഈ ഫസ്റ്റ് മീഡിയത്തിൽ വരുന്നത് n1 sin theta c. സെക്കൻഡ് മീഡിയത്തിൽ n2 sin, ഈ റിഫ്രാക്റ്റർ വരുമ്പോൾ 90 ഡിഗ്രി n2 sin 90. ഓക്കെ, അങ്ങനെ സ്നെൽസിൽ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ n1 sin theta c, n2 sin 90 എന്ന് കിട്ടും. sin 90 we know that it's 1, then sin theta c is equal to n2 by n1 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അവിടെ കിട്ടിയതായിരുന്നു എന്ത്? സൈൻ സ്ക്വയർ തീറ്റ ആർ ഇസ് ഈക്വൽ ടു, അത് സൈൻ സ്ക്വയർ തീറ്റ ആർ ഇസ് ഈക്വൽ ടു, ഓക്കെ, അപ്പുറത്ത് നമുക്ക് എന്താ കിട്ടിയതെന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ തീറ്റ ആർ ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സി. ഓക്കെ, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. സൈൻ സ്ക്വയർ തീറ്റ ആർ ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സി. ഇത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? സൈൻ തീറ്റ സി ഇവിടെ ഉണ്ടല്ലോ, സൈൻ തീറ്റ സി, ഈ ഒരു വാല്യൂ ഇതിലോട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇവിടെ അവിടെ നിന്ന് നമുക്ക് രണ്ട് സൈനിന്റെ ടേമിൽ കിട്ടിയിട്ടുണ്ട്. സൈൻ സ്ക്വയർ തീറ്റ ആർ ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സി. ഇവിടെ സൈൻ തീറ്റ സിക്ക് പകരം n2 ബൈ n1 അപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് n2 സ്ക്വയർ ബൈ n1 സ്ക്വയർ, കാരണം ഇവിടെ സ്ക്വയർ ഉണ്ടല്ലോ, n2 സ്ക്വയർ ബൈ n1 സ്ക്വയർ. എന്നിട്ട് n1 സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ബൈ n1 സ്ക്വയർ കിട്ടും. ഈ n1 സ്ക്വയറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ n1 സ്ക്വയർ സൈൻ തീറ്റ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ ന്യൂമറിക്കൽ അപ്പർച്ചറിന്റെ ഒരു ഇക്വേഷൻ ഓക്കെ, ഇക്വേഷൻ നമ്പർ 3 ഒന്ന് നോക്കുക. ഇക്വേഷൻ നമ്പർ 3 നമ്മൾ ന്യൂമറിക്കൽ അപ്പർച്ചർ ഇസ് ഈക്വൽ ടു n1 sin തീറ്റ 1 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. n1 sin തീറ്റ ആർ എന്ന്. ഓക്കെ, n1 sin തീറ്റ ആർ ഈക്വൽ ടു ന്യൂമറിക്കൽ അപ്പർച്ചർ ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, അത് വെരിഫൈ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3 n1 sin തീറ്റ ആർ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ n1 sin തീറ്റ ആർ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ്. ദാറ്റ് ഈസ് n1 ന്യൂമറിക്കൽ അപ്പർച്ചറിന്റെ സ്ക്വയർ ആണ് വരിക, n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. therefore ന്യൂമറിക്കൽ അപ്പർച്ചർ is equal to root of n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ന്യൂമറിക്കൽ ഇക്വേഷന്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് അതായത് ഡെൽറ്റന്റെ ടേമിൽ കിട്ടണം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് ന്യൂമറിക്കൽ അപ്പർച്ചർ നമുക്കറിയാം a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി n1 പ്ലസ് n2 ഇൻറ്റു n1 മൈനസ് n2. പിന്നെ അതുപോലെ തന്നെ n1 n2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയതുകൊണ്ട് തന്നെ n1 പ്ലസ് n2 എന്നുള്ളതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നമുക്ക് 2n1 എന്ന് കൊടുക്കാം. ഓക്കെ, n1 n2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ n1 പ്ലസ് n2 അപ്പൊ ആഡ് ചെയ്യുമ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡിഫറൻസ് വരും, പക്ഷെ ആഡ് ചെയ്യുമ്പോൾ ഏകദേശം സെയിം ആകുമ്പോൾ അതിന് അപ്രോക്സിമേറ്റ് ചെയ്ത് 2n1 എന്ന് കൊടുക്കാം. സോ ഹിയർ n1 പ്ലസ് n2 ന് 2n1 കൊടുത്തു ആൻഡ് n1 മൈനസ് n2. ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു n1 കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യും, അതുപോലെ തന്നെ ഡിവൈഡും ചെയ്യും n1 കൊണ്ട്. അപ്പൊ n1 സ്ക്വയർ ഇവിടെ n1 ഡിവൈഡ് ചെയ്തു, അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തും ചെയ്തു, ഡിവൈഡ് ചെയ്തും ചെയ്തു. സോ 2n1 സ്ക്വയർ വന്നു. ദെൻ വി ഹാവ് n1 മൈനസ് n2 ബൈ n1 എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റയാണ്. അപ്പോൾ ഈ ഒരു ടേം കൂട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ ഇവിടെ ഡെൽറ്റ കൊടുത്തതിന് പകരം. സോ നെക്സ്റ്റ് ന്യൂമറിക്കൽ അപ്പർച്ചർ ഇസ് ഈക്വൽ ടു ഇങ്ങനെ റൂട്ട് ഓഫ് 2n1 സ്ക്വയർ ഡെൽറ്റ ആയിട്ട് n1 സ്ക്വയർ ആയതുകൊണ്ട് റൂട്ടിന് പുറത്തെടുക്കാം. therefore ന്യൂമറിക്കൽ അപ്പർച്ചർ ഇസ് ഈക്വൽ ടു n1 ഇൻറ്റു റൂട്ട് 2 ഡെൽറ്റ. അപ്പൊ നമ്മുടെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ദീസ് ആർ ദ n1 ഇൻറ്റു ഡെൽറ്റന്റെ ടേമിലെ ന്യൂമറിക്കൽ അപ്പർച്ചർ. ദീസ് ആർ ദ ഇക്വേഷൻസ് ഫോർ ന്യൂമറിക്കൽ അപ്പർച്ചർ. അത് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഓക്കെ, ദെൻ വി നമ്പർ ആൻഡ് നോർമലൈസ്ഡ് ഫ്രീക്വൻസി വി. ഒരു വേറൊരു ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആണ് വി നമ്പർ അല്ലെങ്കിൽ നോർമലൈസ്ഡ് ഫ്രീക്വൻസി. ഒപ്റ്റിക്കൽ ഫൈബറിലുള്ള ഒരു വേറൊരു പാരാമീറ്റർ ആണ്. അതിനെ നോർമലൈസ്ഡ് ഫ്രീക്വൻസി പറയും. വി നമ്പർ is given by, okay, v number is given by v is equal to 2 pi a by lambda into numerical aperture. ഇതാണ് v നമ്പറിന്റെ ഇക്വേഷൻ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താണ് വി നമ്പറിനുള്ള ഇക്വേഷൻ ആണ്. വി നമ്പർ 2 pi a by lambda
ഓക്കെ, ഇവിടെ എ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കോർ ആണ്, കോറിന്റെ റേഡിയസ്. ലാംഡ എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ടു ഫൈബർ, ഫൈബറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ്. ഓക്കെ, ഇവിടെ 2a എന്ന് പറഞ്ഞാൽ, എ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആയതുകൊണ്ട് 2a എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഡയമീറ്റർ ആവും. ഇതിന് നമുക്ക് πd/λ × n എന്നും കൂടെ കൊടുക്കാം. ഇനി ഈ വി നമ്പറിന്റെ ഒരു കേസ് ഉണ്ട്, ഓരോ ലൈറ്റ് വേവിനും ഓരോ വി നമ്പർ ആവും. അപ്പോൾ ഒരു ലൈറ്റ് വേവ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഓക്കെ, ഒരു വേവ് ലെങ്ത് ഉള്ള ലൈറ്റിന് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ വി നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫൈബർ ഡിഫറെന്റ് മോഡ്സിൽ വർക്ക് ചെയ്യും. അതായത് സിംഗിൾ മോഡ്, മൾട്ടി മോഡ്, അങ്ങനെ ഡിഫറെന്റ് മോഡ്സിൽ വർക്ക് ചെയ്യും. അപ്പൊ വി നമ്പർ യൂസ് ചെയ്തിട്ട് ഈ ഫൈബർ ഏത് മോഡിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. സോ വി നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.405 ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വി നമ്പർ വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.405 ആണെങ്കിൽ ഫൈബർ ഓൺലി സപ്പോർട്ട് സിംഗിൾ മോഡാണ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, then also if v number v is greater than 2.405 ആണെങ്കിൽ, v number greater than 2.405 ആണെങ്കിൽ ഫൈബർ എങ്ങനെയാണ്, മൾട്ടി മോഡിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന്റെ ബേസിക്സ്. ഓക്കെ, meet in next class. Okay, thank you, have a nice day.